അമേരിക്കയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വൈറ്റ് ഹൗസിലെ സുരക്ഷാ സൈനികർക്ക് നേരെ വെടിവെപ്പ്. 2 സൈനികർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരം പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന ഈ സംഭവം അമേരിക്കയെ ഞെട്ടിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, ഈ മേഖലയിലുള്ള സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ആകാംക്ഷ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ലോകരാഷ്ട്രങ്ങൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന ഏരിയകളാണ് നാഷണൽ ഗാർഡിൻ്റെ സൈനിക ആസ്ഥാന മന്ദിരം എന്ന് പറയുന്നത്. വൈറ്റ് ഹൗസിനോട് ചേർന്നാണ് ഇതുള്ളത്. അവിടുത്തെ സുരക്ഷാ സൈനികർക്ക് നേരെ വെടിവെപ്പ് നടത്തിയെന്ന് പറയുമ്പോൾ ഈ മേഖലയിൽ ലോകരാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളൊക്കെ എത്രത്തോളം സുരക്ഷിതരമാണ് എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ അമേരിക്കക്കുണ്ടായിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷയുള്ള മേഖലയിൽ ഒന്നായിട്ടാണ് വൈറ്റ് ഹൗസിൻ്റെ മേഖല അറിയപ്പെടുന്നത്. ഈ രാഷ്ട്രത്തലവന്മാർ ഈ മേഖല സന്ദർശിക്കാത്തവർ ലോകത്തില്ല എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ആശങ്കയിൽ ആയതിനോടനുബന്ധിച്ച് തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചു. FBI ആണ് ആദ്യത്തെ അന്വേഷണത്തിൻ്റെ ചുമതല എന്നുള്ള കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ഹോംലാൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന പുതിയൊരു സംവിധാനത്തെ അവർ നിയമിച്ചിട്ടുണ്ട്. ATF അന്വേഷിക്കുന്നുണ്ട്, സീക്രട്ട് സർവീസ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഈ പേര് വിവരങ്ങൾ പുറത്തു വരുന്ന സമയത്ത് തന്നെ എത്രത്തോളം ഗൗരവത്തിലാണ് ഈ വിഷയം അമേരിക്ക എടുത്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. പ്രതിക്ക് കനത്ത രീതിയിലുള്ള ശിക്ഷ നൽകുമെന്നുള്ളതും അതിൻ്റെ അടിത്തറ തങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നും അമേരിക്കയുടെ പ്രസിഡന്റ് പറയുകയും ചെയ്തു. അഫ്ഗാൻ സ്വദേശിയാണ് വെടിവെപ്പ് നടത്തിയത് എന്ന് സ്ഥിരീകരിച്ചു. ഇയാളെയും പിടികൂടപ്പെട്ടു. ഇയാൾക്ക് വെടികൊണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സുരക്ഷാ മേഖലയിലാണ് ഇപ്പോൾ ചികിത്സ നടത്തുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അതോടൊപ്പം ഇതിൻ്റെ പിന്നാമ്പുറം ഇറാൻ എന്തെങ്കിലും പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുമെന്ന് മറ്റു റിപ്പോർട്ടിൻ്റെ അകത്തും കാണാൻ വേണ്ടി സാധിക്കുന്നു. നാഷണൽ ഗാർഡിൻ്റെ ഈ സൈനികർക്ക് നേരെ വെടിവെപ്പ് നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസിനോട് ചേർന്നുള്ള ന്യൂയോർക്കിലെ എയർപോർട്ടിൽ വിമാന സർവീസ് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്ന വിവരം പുറത്തു വന്നു. തങ്ങളുടെ രാജ്യം അതീവമായിരിക്കുന്ന ഗുരുതരാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്ന ആദ്യത്തെ പ്രതികരണം. 500-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഈ മേഖലയിലേക്ക് പുതിയതായിട്ട് നിയമിച്ചു. അമേരിക്ക ആക്രമിക്ക് വലിയ ശിക്ഷ നൽകുമെന്നുള്ളതും തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നാമ്പുറം തങ്ങൾ പരിശോധിച്ച് വരികയാണ് എന്നുള്ളതുമാണ് വൈറ്റ് ഹൗസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇറാൻ്റെ പങ്ക് പരിശോധിക്കും. അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെൻറ്റിൻ്റെ പങ്കും പരിശോധിക്കുമെന്നാണ്. അഫ്ഗാനിസ്ഥാനും അതായത് താലിബാൻ, ഇപ്പോൾ ഭരിക്കുന്ന താലിബാൻ സർക്കാരും അമേരിക്കയും തമ്മിൽ ഒരു കാലത്തും നല്ല ബന്ധമല്ല. ഈ പെൻറ്റഗൺ ആക്രമണത്തോട് കൂടിയിട്ട് അമേരിക്ക പുറത്ത് വിട്ടിരിക്കുന്ന തമ്മാടി രാജ്യങ്ങളിൽ ആദ്യത്തെ പേര് അഫ്ഗാനിസ്ഥാൻ്റെതായിരുന്നു. അഫ്ഗാനിസ്ഥാൻ്റെ ഭൂപ്രതലത്തിൽ നിന്ന് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ആയുധ ശേഖരങ്ങൾ തങ്ങളുടെ കൈവശത്തിലുണ്ടെന്നും വല്ലാതെ വൈകാതെ ലോകത്തിന് തങ്ങളത് ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് 10ഓളം തമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റ് പുറത്ത് വിട്ടത്. 8 രാജ്യങ്ങളും മുസ്ലിം രാജ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. 2 ഈ മറ്റ് രാജ്യമായിട്ട് വന്നത്. അത് ഒന്ന് വെനിസ്വലയുണ്ട്, ഒന്ന് ക്യൂബയുണ്ട്. അങ്ങനത്തെ 2 അല്ലെങ്കിൽ 3 രാജ്യം. അപ്പോൾ ഇപ്പോഴത്തെ താലിബാനുമായിട്ടുള്ള സംഘർഷാവസ്ഥയിലുള്ള പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞത് അമേരിക്കക്ക് നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന, അതല്ലെങ്കിൽ ലോകത്തിന് മുൻപിൽ അമേരിക്ക അപമാനിക്കപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അമേരിക്കയാൽ പുറത്താക്കപ്പെട്ട താലിബാൻ സർക്കാർ വീണ്ടും അമേരിക്കയുടെ സൈനികർ അഫ്ഗാനിസ്ഥാനിൻ്റെ രാജ്യത്തുണ്ടായിരിക്കെ അവർ വീണ്ടും അധികാരം പിടിച്ചെടുത്തു എന്നുള്ളത് മാത്രമല്ല, ആ സമയത്ത് ഏകദേശം 10,000-ഓളം അമേരിക്കയുടെ സൈനികർ അവിടെ ഉണ്ടായിരുന്നു. അവർ അഫ്ഗാനിസ്ഥാൻ വിട്ട് ന്യൂയോർക്കിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി പിന്നീട് അമേരിക്ക കരാർ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടി വന്നു താലിബാനുമായിട്ട് എന്നുള്ളതാണ്. അമേരിക്ക പ്രഖ്യാപിക്കപ്പെട്ട തമ്മാട് രാജ്യങ്ങളിൽ ഭരണത്തിൽ നിന്ന് എറിഞ്ഞതിന് ശേഷം പിന്നീട് ആ രാജ്യം പിടിച്ചെടുക്കപ്പെട്ട ഒരേ ഒരു വിഭാഗം താലിബാൻ മാത്രമേ ഉള്ളൂ. ഇറാഖ് ആ ലിസ്റ്റിൽപ്പെട്ടതാണ്. സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നത് നമുക്കറിയാം. ലിബിയ ആ ലിസ്റ്റിൽപ്പെട്ടതാണ്. ഗദ്ദാഫിയെ വെടിവെച്ച് കൊന്ന കാര്യം നമുക്കറിയാം. സുഡാൻ ആ ലിസ്റ്റിൽപ്പെട്ടതാണ്. ഉമർ മുഹമ്മദ് ബഷീറിനെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് നമുക്കറിയാം. സിറിയ അതിൽപ്പെട്ടതാണ്. ആ സിറിയയുടെ ഭരണാധികാരി റഷ്യയിലേക്ക് അഭയം തേടി നമുക്കറിയാം. ഓരോരോ ഈജിപ്ത് ഹുസ്നി മുബാറക്ക് പിന്നീട് കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ രണ്ടാലൊന്നാണ് ചെയ്തത്. ഏതായിരുന്നാലും അവർ ഒഴിവാക്കപ്പെട്ട ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ ആ രാജ്യത്ത് രണ്ടാമത്
ഒരു ഒഴിവാക്കപ്പെട്ട ഭരണ സംവിധാനം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് താലിബാൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ചില്ലറ അരിശമൊന്നുമല്ല താലിബാൻ സർക്കാരിനോടുള്ളത് എന്നത് കൃത്യമാണ്. മാത്രവുമല്ല, ട്രംപ് അധികാരത്തിലേറി വല്ലാതെ വൈകാതെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു പ്രധാന വിഷയങ്ങളിലൊന്ന് അഫ്ഗാനിസ്ഥാനിലുള്ള അമേരിക്ക നിർമ്മിക്കപ്പെട്ടതോ അമേരിക്ക സംരക്ഷിക്കപ്പെട്ടതോ ആയിരിക്കുന്ന എയർപോർട്ട് തിരിച്ചു നൽകണം എന്നുള്ളതാണ്. അവരുടെ സുരക്ഷാ സംവിധാന കാര്യത്തിന് വേണ്ടിയിട്ട് അമേരിക്കക്ക് അത് വിട്ടു നൽകണം എന്നുള്ളതും, അമേരിക്കയുടെ സൈനികർ അഫ്ഗാനിസ്ഥാൻ വിട്ടുപോകുന്ന സമയത്ത് അവിടെ ഉപേക്ഷിക്കപ്പെട്ട ആയുധങ്ങൾ തങ്ങൾക്ക് തിരിച്ചു നൽകണമെന്ന് ട്രംപ് പറയുകയും അതിൽ ഒന്നുപോലും തിരിച്ചു നൽകില്ല, തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ അമേരിക്ക നടത്തിയാൽ കനത്ത രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാവുമെന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ അമേരിക്കക്കെതിരെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ തിരിച്ചടിക്കുകയോ ചെയ്തതോടുകൂടി ഇതിനൊരു പ്രത്യാക്രമണം നടത്താൻ പാകത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംവിധാനം അമേരിക്കയ്ക്കില്ല എന്നുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് തങ്ങളുടെ സൈനികർക്ക് നേരെ ഉണ്ടാവും എന്നുള്ള കണക്ക് കൂട്ടലുകൾ അവർക്ക് കൃത്യത ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നൊരു നാണക്കേടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് നാഷണൽ ഗാർഡ് സൈനികർക്ക് നേരെ വെടിവെപ്പ് നടത്തിയത് ഇതേ അഫ്ഗാനിസ്ഥാനിയാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം വരുന്നത്. അപ്പോൾ അതിന് താലിബാൻ സർക്കാർ എന്തെങ്കിലും പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാനത്ത് നിന്ന് നീങ്ങുകയല്ല, ഭൂമിയിൽ നിന്ന് നീങ്ങൽ തന്നെയാണ് ആവശ്യമെന്ന് ഇതിൻ്റെ ഇടയിൽ അഫ്ഗാനികൾ പറഞ്ഞിരുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പ്രതിനിധി അല്ലെങ്കിൽ പോലും അവർ ആഗ്രഹം അങ്ങനെയാണ് എന്നുള്ളതാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കം അന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ്റെയും നിലപാടുകൾ വ്യത്യസ്തമല്ല. ട്രംപ് ഈ ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിന് നേരെ വെടിവെപ്പ് നടത്തിയിരുന്നു. തലക്കായിരുന്നു വെടിവെച്ചത്, കൊണ്ടത് ചെവിക്കാണ്. അങ്ങനെ അത്ഭുതകരമായ രീതിയിൽ അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ ആ കേസ് തെളിയിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. കാരണം പ്രതിയെ അപ്പം തന്നെ വെടിവെച്ച് കൊന്നു. പല ഘട്ടങ്ങളിലും അങ്ങനെയാണ്. രാഷ്ട്ര ഭരണാധികാരിയിൽപ്പെട്ട ഉന്നതരെ ആക്രമിക്കുന്ന സമയത്ത് സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ഒരു രീതി അമേരിക്ക പിന്തുടരുന്നുണ്ട്. അതവർക്ക് വലിയ രീതിയിലുള്ള മണ്ടത്തരമായി പിന്നീട് അവസാനിക്കാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിയെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് അതിന് പിന്നാമ്പുറം പ്രവർത്തിച്ച ആളുകളെക്കുറിച്ചുള്ള വിവരം കിട്ടാതെ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി അമേരിക്കയുടെ സൈനികർക്ക് പല ഘട്ടത്തിലും സാധിക്കാറില്ല. അപ്പോൾ അന്ന് തന്നെ പറഞ്ഞിരുന്നത് ഇതിൻ്റെ പിന്നാമ്പുറം ഇറാൻ ഉണ്ടോ എങ്കിൽ ഞങ്ങൾ അന്വേഷിക്കുകയും അത് ശക്തമായിരിക്കും തിരിച്ചടി നൽകുമെന്ന് അന്ന് ട്രംപ് പറഞ്ഞതാണ്. പക്ഷേ എന്നാൽ നിങ്ങൾ അന്വേഷിച്ച് തെളിവ് കൊണ്ടുവരും, നമുക്ക് നോക്കാം എന്ന് ഇറാൻ അത് മറുപടി പറഞ്ഞു. ഇവർക്ക് തെളിയിക്കാൻ വേണ്ടി സാധിച്ചില്ല, കാര്യം പ്രതിയെ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇങ്ങനെ നിൽക്കുന്നോ ഇതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ അഫ്ഗാൻ്റെ സ്വദേശിയുടെ വെടിയേറ്റുകൊണ്ട് 2 സൈനികർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ്. ആദ്യത്തെ റിപ്പോർട്ട് ഒരാൾ മരണപ്പെട്ടു എന്നായിരുന്നു, പിന്നീട് അത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ 6-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, 2-ലധികം പേരുടെ നിസ്സാര പരിക്കാണ് എന്നും പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ എന്തിനാണ്, അഫ്ഗാൻ പൗരൻ എന്തിനാണ് ഈ ആക്രമണം നടത്തിയത്, ആക്രമണം നടത്താൻ വേണ്ടി അയാൾ ഏത് തരത്തിലാണ് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിച്ചത്, പിന്നാമ്പുറം പ്രവർത്തിക്കുന്ന ആരാണ്, താലിബാൻ ഗവൺമെൻറ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഈ വൈറ്റ് ഹൗസിൻ്റെ അകത്ത് കയറിയിട്ട് ഭരണാധികാരികളെ അപായപ്പെടുത്തലാണോ, അതല്ലെങ്കിൽ ചാവേറായിട്ട് പൊട്ടിത്തെറിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത്തരം വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതേക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ചു വരികയാണ്, മനസ്സിലാക്കി വരികയാണ്. പ്രതിക്ക് കനത്ത ശിക്ഷ നൽകുമെന്ന് ആവർത്തിച്ചുകൊണ്ടേ പറയുന്നുണ്ട്. എന്നാൽ ഈ പ്രതി മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ചില റിപ്പോർട്ടും പറയുന്നു. അതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിൽ പോലും കാലിൽ വെടിയേറ്റു എന്ന് പറയുന്നു, ചിലർക്ക് നെഞ്ചിലാണ് വെടിയേറ്റത്. പല റിപ്പോർട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്, എന്നാൽ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. സാധാരണഗതിയിൽ ഇത്തരം കേസിലെ പ്രതികളൊക്കെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു രീതിയാണ്, അല്ലെങ്കിൽ മരണപ്പെടുക എന്നുള്ളതും രീതിയാണ്. ഏതായിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ രാജ്യം സുരക്ഷിതമല്ലെന്ന് അവരുടെ ജനങ്ങൾ തന്നെ പറയുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. ഇത്രയും സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖലയിലേക്ക് ഒരു വ്യക്തി ഇടിച്ച് കയറി അല്ലെങ്കിൽ അകത്ത് കയറിയിട്ട് വെടിവെക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഏതെങ്കിലും സൈനികരുടെയോ മറ്റോ സഹായമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അതല്ലാത്ത രീതിയിൽ ഈ സുരക്ഷാ ഭിത്തി മറികടന്നുകൊണ്ട് ഒരു സാധാരണക്കാരനായിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാതെ അവർക്ക് നേരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഈ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.